മാന്യപ്രേക്ഷകർക്ക് ബ്രൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭയോടൊപ്പം നിൽക്കുന്ന പ്രിയ വിശ്വാസി സമൂഹമേ, എല്ലാ ത്യാഗങ്ങളും സഹിച്ച് ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഏവർക്കും ബ്രൈറ്റ് ന്യൂസിന്റെ നന്ദിയും പ്രാർത്ഥനയും യേശുക്രിസ്തു ഏവരെയും പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഏകീകൃത കുർബാന ക്രമം അട്ടിമറിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജോസഫ് പാംബ്ലാനി മെത്രാൻ എന്തിനു വേണ്ടിയാണ് ജൂൺ 5-ന് ഒരു പ്രത്യേക വൈദിക സമിതി വിളിച്ചിരിക്കുന്നത്? പെർമനന്റ് സിനഡ് മറുപടി പറയണം. എത്ര സിനഡ് ചേർന്നിട്ടും എത്ര വൈദിക സമിതി കൂടിയിട്ടും ഇതുവരെ ഏകീകൃത കുർബാന നടന്നോ? പെർമനന്റ് സിനഡ് ആരോടൊപ്പം നിൽക്കുന്നു? ഇവിടെ വൈദിക സമിതി ഇല്ല. ഫാദർ ഡോക്ടർ ടോം ഓലിക്കരോട്ട്, PRO, സീറോ മലബാർ സഭ ആൻഡ് സെക്രട്ടറി മീഡിയ കമ്മീഷൻ, മെയ് 20, 2025 പുറത്തുവിട്ട സർക്കുലർ അൽമായർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നു. ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കേണ്ടതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം സീറോ മലബാർ സഭയുടെ പെർമനന്റ് സിനഡിൽ നിക്ഷിപ്തമാണെന്ന് റഫറൻസ് നമ്പർ SMMC 88/2025 സർക്കുലറിൽ നിന്ന് വളരെ വ്യക്തമാണ്. എന്നാൽ മേൽ സൂചിപ്പിച്ച സർക്കുലറിലെ നിലപാടുകളിൽ വ്യക്തതയും കൃത്യതയും ഉണ്ടെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും മെത്രാപ്പോലിത്തൻ വികാരി ജോസഫ് പാംബ്ലാനിയും സഭയുടെ പെർമനന്റ് സിനഡും സഭയുടെ ഏകീകൃത കുർബാന നടപ്പിൽ വരുത്തുവാനുള്ള തുടർ നടപടികൾ സ്വീകരിക്കാതെ ജോസഫ് പാംബ്ലാനി മെത്രാനെ പോലുള്ളവർ എറണാകുളം അതിരൂപതയിൽ വന്ന് മാർപ്പാപ്പ പോലും പാംബ്ലാനിയുടെ കീഴിലാണെന്ന് തോന്നിക്കും വിധമുള്ള അനാവശ്യ സർക്കുലറുകൾ ഇറക്കി സഭയെയും പാവം സഭാമക്കളെയും വിഭജനത്തിന്റെ പാതയിലേക്ക് തള്ളിവിടുന്നു. ഇത്തരം ഇല്ലുമിനാറ്റി ശക്തിയുള്ള മെത്രാന്മാർ സഭയിലെ മറ്റു നല്ല മെത്രാന്മാർക്കും അപമാനമല്ലേ? പെർമനന്റ് സിനഡ് മെത്രാന്മാരിൽ അല്പമെങ്കിലും ആത്മീയത അവശേഷിക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, സ്വന്തം അധികാരവും സുഖലോലുപതയും മറന്ന് ഇനിയെങ്കിലും ദൈവജനത്തെ സംരക്ഷിക്കുവാൻ മെത്രാന്മാരെ നിങ്ങൾ തയ്യാറാകുമോ? ഇനി ഒരു വൈദിക സമിതി ജൂൺ 5-ന് ചേരുന്നത് അതിരൂപതയെ തകർക്കാനോ? എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സ്വത്തും അധികാരവും ലക്ഷ്യം വെച്ച് സിനഡിൽ നിരുത്തരവാദപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയെ പിന്നോട്ട് വലിക്കുന്ന തെക്കുവടക്കൻ ലോബികളിൽപ്പെട്ട പെർമനന്റ് സിനഡ് അംഗങ്ങളായ മെത്രാന്മാർ ഏകീകൃത കുർബാന വിഷയത്തിൽ നിസ്സംഗത വെടിഞ്ഞ് മാർപ്പാപ്പയുടെയും പൗരസ്ത്യ തിരുസംഘത്തിന്റെയും ഉത്തരവുകൾ നടപ്പിലാക്കാനുള്ള ആർജവം കാണിക്കാൻ ധൈര്യമുണ്ടോ? വിശുദ്ധ കുർബാന ലിസിറ്റ് അഥവാ ഇല്ലിസിറ്റ് ആക്കിയത് മെത്രാൻ സിനഡല്ലേ? 3 വർഷത്തിലധികമായി ഏകീകൃത കുർബാനയെ അടിസ്ഥാനപരമായി അനുകൂലിക്കുന്ന വിശ്വാസികൾക്ക് നേരെ സഭയുടെ കാനൂനിക നിയമങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് വിശ്വാസികളെ തമ്മിൽ ഭിന്നിപ്പിച്ച് സഭാദ്രോഹികളായവരെ സുഖിപ്പിക്കാൻ സമവായ കുർബാന അടിച്ചേൽപ്പിച്ചത് ഈ ജോസഫ് പാംബ്ലാനി മെത്രാനല്ലേ? രാഷ്ട്രീയക്കാരെ പോലും വെല്ലുന്ന തരത്തിൽ തരം താഴ്ന്ന രീതിയിലുള്ള ഇദ്ദേഹത്തിന്റെ പ്രവൃത്തികൾക്ക് പൗരസ്ത്യ തിരുസംഘം മറുപടി നൽകുമോ? ഇതൊക്കെയാണോ സീറോ മലബാർ സഭയുടെ സുറിയാനി പാരമ്പര്യം? മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ബ്രൈറ്റ് ന്യൂസ്. This news brought you by Renovation World.